The Constitution of India. Preamble. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. Hello my dear cuties, welcome back. Shall we start today's class? എനിക്കിപ്പോ പഠിക്കണ്ട, ഞാൻ പിന്നെ എഴുതാം. എനിക്കിപ്പോ ടീച്ചറിന്റെ ക്ലാസ് കാണണ്ട, ഗെയിം കളിച്ചാൽ മതി. ഞാൻ പിന്നെ എഴുതിക്കോളാം. ഞാൻ പിന്നെ എഴുതാം. ചീച്ചി പൂട്ടി, എനിക്ക് ഉറക്കം വരുന്നു. ഞാൻ കളിച്ചു വന്നിട്ട് എഴുതാം. അമ്മ, എനിക്ക് കൈ കടിയുന്നു. എന്തൊക്കെയാ ടീച്ചർ ഈ കേൾക്കുന്നേ? നോക്കിക്കേ, നിങ്ങൾ ഇതുപോലെയൊക്കെ പറയാറുണ്ടോ? എനിക്കിപ്പോൾ പഠിക്കണ്ട, നാളെ പഠിച്ചാൽ മതി, ടീച്ചറുടെ ക്ലാസ് കാണണ്ട, വേറെ ഗെയിം കളിച്ചാൽ മതി, അതുപോലെ മൊബൈൽ കുറേ സമയം കണ്ടിരിക്കുന്നു, കാർട്ടൂണൊക്കെ, അതുപോലെ എന്താ ഇങ്ങോട്ട് വാ എന്ന് പറയുമ്പോൾ ഒറ്റ ഓട്ടത്തിന് ഓടിപ്പോകുന്നു. ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യാറുണ്ടോ? ഇല്ല അല്ലേ? നിങ്ങളൊക്കെ നല്ല കുട്ടികളാണ്. ജെസ്സി ടീച്ചറുടെ കുട്ടികൾ ഇങ്ങനെയൊന്നും ചെയ്യാറില്ല. എല്ലാവരും, ഗുരുകുലത്തിലെ എല്ലാ കുട്ടികളും നല്ല കുട്ടികളാണ്. ഇങ്ങനെയൊന്നും നിങ്ങൾ ചെയ്യരുത് കേട്ടോ. അമ്മ മൊബൈലിൽ ടീച്ചർ ക്ലാസ് സെൻഡ് ചെയ്ത് തന്നാൽ അത് കാണാൻ വിളിക്കുമ്പോൾ നിങ്ങൾ പോകണം, ക്ലാസ് ശ്രദ്ധയോടെ കാണണം. അതുപോലെ മറ്റ് ഗെയിംസും വീഡിയോസൊക്കെ കുറേ സമയം കണ്ടുകൊണ്ടിരിക്കരുത്. കണ്ടാൽ എന്ത് സംഭവിക്കും? നമ്മളുടെ കണ്ണ് ചീത്തയാവും അല്ലേ? അപ്പോൾ കണ്ണ് നമ്മൾ സൂക്ഷിക്കണ്ടേ? അപ്പോൾ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യണം? അമ്മ തരുന്ന ക്ലാസ് മാത്രം കണ്ടാൽ മതി. ടീച്ചർ അയച്ചു തരുമല്ലോ ക്ലാസ്, അത് മാത്രമേ കുറച്ച് സമയം കാണാൻ പറ്റുള്ളൂ. അല്ലാതെ കുറേ സമയം മൊബൈൽ യൂസ് ചെയ്തു എന്ന് വെച്ചാൽ നിങ്ങളുടെ കണ്ണ് ചീത്തയാവും. ഓക്കെ? അമ്മ എഴുതാനൊക്കെ നിങ്ങളെ വിളിക്കുമ്പോൾ നിങ്ങൾ മടി കാണിച്ചിരിക്കാൻ പറ്റില്ല. പിന്നെ എഴുതാ, നാളെ എഴുതാ, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. സ്പീഡിൽ എഴുതണം. അതുപോലെ ശ്രദ്ധയോടെ വെറുതെ മാച്ചിരിക്കാൻ പറ്റില്ല. ശ്രദ്ധയോടെ നല്ല ഭംഗിയായി എഴുതണം. അതുപോലെ തന്നെ സ്റ്റോറി ബുക്കൊക്കെ വായിക്കുമ്പോൾ കൈവച്ച് വായിക്കണം. എങ്കിലേ നിങ്ങൾക്ക് വേർഡ്സൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ? അപ്പോൾ ഇനി ആരുടെ അമ്മമാരും ടീച്ചറുടെ അടുത്ത് ഇതുപോലെ പരാതി പറഞ്ഞ് വരികയില്ല. ഓക്കെ? എല്ലാവരും ഗുരുകുലത്തിലെ നല്ല കുട്ടികളായിട്ട് സ്മാർട്ട് ബോയ്സും സ്മാർട്ട് ഗേൾസും ആയിട്ടിരിക്കണം. ഓക്കെ? അതുപോലെ തന്നെ നിങ്ങൾ പെട്ടെന്ന് ദേഷ്യം വന്ന് നിങ്ങളുടെ പെൻസിലും റബ്ബറും ഒക്കെ വലിച്ചെറിഞ്ഞിട്ട് പോകുന്ന സ്വഭാവക്കാരാണെന്ന് കേട്ടു. ശരിയാണോ? ഇല്ലല്ലേ? നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യരുത്. ഓക്കെ? നിങ്ങളെല്ലാവരും നല്ല കുട്ടികളാണെന്ന് ടീച്ചർക്കറിയാം. എങ്കിലും അങ്ങനെയൊന്നും ചെയ്യരുത് എന്നാണ് ടീച്ചർ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തിയത്. ഓക്കെ? സോ ലെറ്റ്സ് ബിഗിൻ അവർ ക്ലാസ്. ഓക്കെ, ബിഫോർ ദാറ്റ്, what did we learn in the last class? Do you remember? It's about big and small. Yes. Today I am going to tell a story for you. Listen carefully. Okay? There is a girl named Sandy. Sandy is a cute little girl. Okay, Sandy is going to celebrate her birthday. Do you know how old is she? She is 4 years old, like you all. She is 4 years old, like you all. Okay, for celebrating her birthday, she won a new frock, a cute, beautiful frock. Her parents
and she is getting ready to move for shopping. Now they are at the front of a big mall, big shopping mall. Sandy, her sister and her parents went inside the shop. Her parents asked the salesman to show the frock. സെയിൽസ്മാനോട് എന്താ പറഞ്ഞേ? ഫ്രോക്കൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്രോക്സ് ഒക്കെ കാണിച്ചു തരാൻ പറഞ്ഞു. സെയിൽസ്മാൻ പറഞ്ഞ ആരാന്നറിയോ? കണ്ടിട്ടില്ലേ, നിങ്ങൾ ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് കടയിൽ ഡ്രസ്സൊക്കെ കാണിച്ചു തരാനായിട്ട് സെയിൽസ്മാൻ ഉണ്ടാവില്ലേ? കണ്ടിട്ടില്ലേ? ആ, സെയിൽസ്മാനോട് ഫ്രോക്സ് ഒക്കെ കാണിച്ചു തരാൻ പറഞ്ഞു. ഓക്കെ, the salesman showed him many frocks. Okay, out of that Sandy likes a pink frock and her sister likes a green frock. Out of that Sandy liked the pink one and her sister liked the green one. നിങ്ങൾക്ക് ഏതാ ഇഷ്ടമായത് ഇതിൽ? നിങ്ങൾ ഒരെണ്ണം സെലക്ട് ചെയ്തേ സാൻഡിക്ക് വേണ്ടി. ഏതാണ്? ഗ്രീൻ ഫ്രോക്കാണോ പിങ്ക് ഫ്രോക്കാണോ? ഓക്കെ ഓക്കെ ചിൽഡ്രൻ, ക്യാൻ യു സീ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ഫ്രോക്സ്? The green frock is very big in size. The pink frock is very small. Okay. Okay. Out of these two frocks, which frock we will choose for Sandy? Which size frock? Big one or small one? Yes, you will select the pink one because it is small in size, isn't it? Okay. After shopping the frock, they went to a bakery. എന്തിനാ ബേക്കറിയിൽ പോയിട്ടുണ്ടാവുക? ആരോ പറഞ്ഞു. യെസ്, കേക്ക് ഓർഡർ ചെയ്യണ്ടേ ബർത്ത്ഡേക്ക്? ഫോർ ദാറ്റ് they went to a bakery. There they found big and small cakes. They ordered a big cake for Sandy. ഓക്കെ, അപ്പോൾ ഡ്രസ്സ് വാങ്ങിച്ചു, കേക്കൊക്കെ ഓർഡർ ചെയ്തു, എന്നിട്ട് അവർ വീട്ടിലേക്ക് പോയി. യെസ്, ദ നെക്സ്റ്റ് ഡേ ഈസ് ഹെർ ബർത്ത്ഡേ. സാൻഡി ആൻഡ് ഹെർ സിസ്റ്റർ started blowing balloons for the decoration. They have blown the balloons. Can you see which one is big and which one is small? Yes, സാൻഡിയുടെ സിസ്റ്റർ ബ്ലോ ചെയ്ത ബലൂൺ എന്തായി? ബിഗ് സൈസിൽ വന്നു. സാൻഡി ബേബി അല്ലേ, കുഞ്ഞല്ലേ, അപ്പോൾ സാൻഡി ബ്ലോയിൻ ചെയ്ത ബലൂണ് സ്മോൾ ആയിരുന്നു. സാൻഡിയുടെ സിസ്റ്റർ ബ്ലോൺ ചെയ്തത് ബിഗ് ബലൂൺ ആൻഡ് സ്മോൾ ബലൂൺ. Now Sandy is ready to cut the cake. Let's wish her happy birthday. കേക്ക് കട്ട് ചെയ്യുമ്പോൾ നമ്മളൊക്കെ പാട്ട് പാടണ്ടേ? ബർത്ത്ഡേ വിഷ് ചെയ്യണ്ടേ? ഓക്കെ, സിംഗ് വിത്ത് മീ. Happy birthday Sandy, happy birthday Sandy, happy birthday to dear Sandy, Happy birthday to you. happy birthday to you. ഓക്കെ, സാൻഡി കേക്ക് കട്ട് ചെയ്തു. കേക്ക് കട്ട് ചെയ്തപ്പോൾ ഇതുവരെ ബിഗ് പീസ് ആൻഡ് സ്മോൾ പീസ്. നിങ്ങൾക്ക് ഏതാ വേണ്ടേ? വലിയ ബിഗ് പീസ് വേണോ സ്മോൾ പീസ് വേണോ? അതാ അവിടെ ആരോ ബിഗ് പീസ് മതി എന്ന് പറഞ്ഞു. ടീച്ചർ ഒരു ബിഗ് പീസ് തരട്ടെ? ഇതാ. Okay, birthday celebrations are almost over. Sandy said to her mom and dad, "Thank you, mom. Thank you, dad." Okay, how was the story? ഇഷ്ടമായോ? സാൻഡിയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവരും കേക്കൊക്കെ കഴിച്ച് ഉഷാറായിട്ട് ഇരിക്കുകയാണല്ലേ?
ഓക്കെ, അപ്പോൾ ഈ സ്റ്റോറിയിൽ കൂടെ നമ്മൾ കുറേ ബിഗ് തിങ്സും സ്മോൾ തിങ്സും സ്പോട്ട് ചെയ്യാൻ പഠിച്ചു. ടുഡേ വി ലേൺ ഹൗ ടു സ്പോട്ട് ബിഗ് തിങ്സ് ആൻഡ് സ്മോൾ തിങ്സ്. ഇസ്ൻ്റ് ഇറ്റ്? ഷാൽ വി റീകോൾ ഇറ്റ്? യെസ്. ബിഗ് ഫ്രോഗ്, small frog, big cake, small cake, big balloon, small balloon. ഓക്കെ, ഇതുപോലെ നമ്മളുടെ വീട്ടിലും കുറേ ബിഗ് തിങ്സും സ്മോൾ തിങ്സും ഉണ്ടാവും അല്ലേ? നിങ്ങളുടെ വീട്ടിലിപ്പോൾ നോക്കിക്കോളൂ, അച്ഛൻ ഇരിക്കുന്നത് കുറച്ച് വലിയ ചെയറിലായിരിക്കും അല്ലേ? ബിഗ് ചെയർ. നിങ്ങൾക്കുള്ളതോ സ്മോൾ ചെയർ ആയിരിക്കില്ലേ? അപ്പോൾ ബിഗ് ചെയർ, സ്മോൾ ചെയർ. അതുപോലെ നിങ്ങളുടെ വീട്ടിൽ കുറേ സാധനങ്ങളുണ്ടാവും, ബിഗും സ്മോളും. അതൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കണേ. നിങ്ങൾക്ക് സ്റ്റോറി ബുക്ക് ഉണ്ടാവും അല്ലേ? ആ സ്റ്റോറി ബുക്കൊക്കെ നോക്കി അതിൽ ഏതൊക്കെയാണ് ബിഗ് ബുക്ക്, ഏതൊക്കെയാണ് സ്മോൾ ബുക്സ്, അങ്ങനെയൊക്കെ കണ്ടുപിടിച്ച് വെക്കണം. ഓക്കെ, ഇതുപോലെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ നോക്കി ബിഗും സ്മോളും സ്പോട്ട് ചെയ്യാൻ പഠിക്കണം. അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കണം. ഓക്കെ, നൗ ഇറ്റ്സ് ടൈം ടു വൈൻഡ് അപ്പ്. ബൈ ബൈ എവ്രി വൺ, ലാ 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 ലാ. ബൈ ബൈ എവ്രി വൺ, ലാ 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 ലാ. ബൈ ബൈ എവ്രി വൺ, ലാ 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 ലാ.